ഈവനിങ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പുറം അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കുമ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിന് ഓണിയൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിന് ക്യാപ്സിക്കം കട്ട് ചെയ്തു, ടൊമാറ്റോ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ അതിന് ടേസ്റ്റിന് കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ മുളക് പൊടി നമ്മൾ അതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് എടുക്കുക, 4 വശവും കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. 4 വശം കട്ട് ചെയ്ത് മാറ്റിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ ഈ 4 വശം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സെല്ലാം ഞാൻ കുറേശ്ശെ അതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ചീസാണ് എടുത്തിരിക്കുന്നത്. സ്ലൈസായ ചീസ് ഞാൻ വെച്ചു. എന്നിട്ട് വേറൊരു ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ സാൻഡ്വിച്ച് മേക്കറുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെച്ച് അതിന് വെക്കുന്നതിന് മുന്നേ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മളെടുത്ത് അതിലോട്ട് വെക്കുക. ഒരു 1 മിനിറ്റ് പോലും വേണ്ട, നന്നായിട്ട് കുക്കായി നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമല്ല, ഓൾറെഡി നമുക്ക് അതിൽ നിന്ന് തന്നെ കട്ടായി നമുക്ക് കിട്ടുന്നതാണ്. നല്ലൊരു ടേസ്റ്റിയായ ഒരു സാധനമാണ്. ഇതിന് കടയിൽ പോയിട്ട് നമ്മൾ ഒരു സാൻഡ്വിച്ചിന് മാക്സിമം 80 റുപ്പീസോ 90 റുപ്പീസ് സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ എന്തെങ്കിലും ഒന്നിങ്ങനെ ആലോചിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കും. മാക്സിമം പുറത്തുനിന്ന് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വല്ലപ്പോഴും കഴിക്കുന്നതിന് തെറ്റല്ല, പക്ഷേ എപ്പോഴും കഴിക്കുന്ന പിള്ളേർ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ ഹെൽത്തിന് നല്ലതല്ലാന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഇതിൽ ഞാൻ വീട്ടിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കെച്ചപ്പ് ഉപയോഗിക്കുക. ചിലവർക്ക് കെച്ചപ്പ് ഇഷ്ടമല്ലായിരിക്കും. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കെച്ചപ്പ്. അപ്പോൾ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്കും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കാരണം എന്തെങ്കിലും ഡെയിലി ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ഫേസിൽ ആ ഹാപ്പി എനിക്ക് കാണുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെന്താ പറയുക, എല്ലാ പിള്ളേർക്കും എക്സാം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെ ഹിന്ദി എക്സാമാണ്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുവാണ് രണ്ടുപേരും കഴിച്ചുകൊണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.